ഹലോ സ്റ്റുഡൻസ്, പുതിയ PT അപ്ഡേറ്റുകൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് സ്പീക്കിംഗ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയ ടാസ്ക് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. പലർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. എന്താണ് ഈ ടാസ്ക്, എങ്ങനെ ഇതിനെ സമീപിക്കണം, എളുപ്പത്തിൽ എങ്ങനെ സ്കോർ ചെയ്യാം? ഈ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന ടാസ്കിൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം, ദാറ്റ് ഈസ് റിയൽ ലൈഫ് സിനേറിയോ നൽകും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കണം എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ്. നിങ്ങൾ ആ സാഹചര്യത്തിൽ നാച്ചുറലായി പ്രതികരിക്കണം. ഇതിന് നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം ലഭിക്കും. അതിനുശേഷം 30 to 40 സെക്കൻഡ്സ് സംസാരിക്കാൻ സമയമുണ്ടാകും. ഈ ടാസ്ക് നിങ്ങളുടെ നാച്ചുറൽ ഇംഗ്ലീഷ് കോൺവെർസേഷൻ സ്കിൽസ്, അതായത് പെട്ടെന്ന് ഒരു സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നളക്കാൻ വേണ്ടിയുള്ളതാണ്. കീ സ്ട്രാറ്റജീസ് ടു സ്കോർ വെൽ. ഈ ടാസ്കിൽ നന്നായി സ്കോർ ചെയ്യാൻ നിങ്ങൾ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. നൽകിയിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ആരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെല്ലാം ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ കീ ഇൻഫർമേഷൻ. നിങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ നൽകണം അല്ലെങ്കിൽ എന്തൊക്കെ ചോദിക്കണം എന്ന് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. യൂസ് അപ്രോപ്രിയേറ്റ് ടോൺ. നിങ്ങളുടെ പ്രതികരണം സാഹചര്യത്തിന് അനുയോജ്യമായ ടോണിലായിരിക്കണം. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നതും ഒരു ഒഫീഷ്യൽ കാര്യത്തിന് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകണം. ഉദാഹരണത്തിന്, ഒരു അപ്പോയിന്റ്മെന്റ് മാറ്റാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പൊളൈറ്റായി സംസാരിക്കാം. ബി ക്ലിയർ ആൻഡ് കൺസൈസ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിരിക്കണം. അധികം വളച്ചു കെട്ടാതെ എന്താണ് കാര്യമെന്ന് കൃത്യമായി പറയുക. സ്പീക്ക് ഫ്ലുവന്റ്ലി ആൻഡ് നാച്ചുറലി. അധികം ചിന്തിച്ച് വാക്കുകൾ തപ്പിത്തടയാതെ ഒരു നാച്ചുറൽ കോൺവെർസേഷൻ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ നമ്പർ 1. നിങ്ങൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അതിന്റെ സൈസ് തെറ്റാണ്. നിങ്ങൾ കടയിലേക്ക് വിളിക്കുകയാണ്. ഇവിടെ ഒരു നല്ല റെസ്പോൺസ് ഒരു ഗ്രീറ്റിംഗോട് കൂടി സ്റ്റാർട്ട് ചെയ്യണം. എക്സാമ്പിൾ, ഹലോ ഗുഡ് മോർണിംഗ് ഓർ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി നിങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ പേർപ്പസ് വ്യക്തമാക്കുക. എക്സാമ്പിൾ, ഐ ബോട്ട് ആൻ ഐറ്റം ഫ്രം യുവർ സ്റ്റോർ യെസ്റ്റർഡേ ബട്ട് ഐ ഹാവ് ആൻ ഇഷ്യൂ വിത്ത് ദ സൈസ്. ഇനി പ്രൊവൈഡ് ഡീറ്റെയിൽസ്. It was a blue denim jacket and I think I was given the wrong size. I needed a large but received a medium one. Next, state your request. Could I please exchange it for the correct size? Last one, polite closing. Thank you for your help. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് നാളെ ഒരു സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങൾക്ക് നാളെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ അവരെ വിളിക്കുകയാണ്. Let's practice the response. Remember, begin with a greeting. Hi Susan. Ini, get to the point. Listen, about our movie plan for tomorrow. Then explain your reason. Something unexpected came up at work. I have a really important meeting I can't miss. Next step, apologize. I'm so sorry, but I won't be able to make it. Ini, cheyanulla karyam. Suggest another time. How about we go sometime next week instead? What day works for you? കണ്ടോ, ഓരോ സാഹചര്യത്തിലും നിങ്ങൾ വ്യക്തമായി സംസാരിക്കുകയും ആവശ്യമായ വിവരങ്ങൾ നൽകുകയും സാഹചര്യത്തിന് അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കുകയും വേണം. ഇവിടെ ഞാൻ ഒന്നാമത്തെ എക്സാമ്പിളിന് ഫോർമൽ ടോണും രണ്ടാമത്തേതിന് ഇൻഫോർമലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടിപ്സ് പറയുകയാണെങ്കിൽ, ഈ ടാസ്ക് കൂടുതൽ എളുപ്പമാക്കാൻ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. പ്രാക്ടീസ് ഡിഫറെന്റ് സിനേറിയോസ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയോ ഓൺലൈനിൽ കിട്ടുന്ന ഡെമോ സിറ്റുവേഷൻസ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യാം. റെക്കോർഡ് യുവർ റെസ്പോൺസസ്. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക, തെറ്റുകൾ തിരുത്തുക. ഫോക്കസ് ഓൺ ക്ലാരിറ്റി. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഡോണ്ട് ബി അഫ്രൈഡ് ടു പോസ്. പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഒരല്പം നിർത്തി ആലോചിച്ച ശേഷം സംസാരിക്കാം. റിമെമ്പർ, ഇത് നിങ്ങളുടെ നാച്ചുറൽ ലാംഗ്വേജ് സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ കോൺഫിഡന്റ് ആയി സംസാരിക്കാം. റെസ്പോണ്ട് ടു സിറ്റുവേഷൻ ടാസ്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനായുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുകയോ ചെയ്യാം. സീ യു ഇൻ അനദർ വീഡിയോ.